അനുഭവിച്ചു. എന്നോട് തന്നെ നീ മുക്കുകൊണ്ട് പണയം വെക്കാൻ നോക്കി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നും മാറുവടായി മാനക്കേടൊക്കെ. നിനക്കിത് കിട്ടണം. പെറ്റമ്മയോട് കള്ളം പറഞ്ഞതിന് ദൈവം തന്ന ശിക്ഷയാ. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. പെട്ടെന്ന് കാശിന് ആവശ്യം വന്നപ്പോ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു പോയി. അമ്മയോട് ഒന്ന് പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയും. അത് പണയം വെക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞത്. എനിക്കതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അമ്മേ. എനിക്കറിയില്ലായിരുന്നു ശ്രുതി തന്നത് മുക്കുപണ്ടമാണെന്ന്. അമ്മേ, ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തല്ല. ഞാൻ എത്ര വട്ടം പറഞ്ഞു, എന്നിട്ടും പോലീസ് പോലും എന്നെ വിശ്വസിച്ചില്ല. എനിക്കറിയാമേ, ഞാൻ ചെയ്തത് തെറ്റാ. അമ്മയോട് കള്ളം പറഞ്ഞ് ഞാനത് പണയം വെക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കമ്മേ. നീ കാരണം എനിക്ക് കുറെ കരയേണ്ടി വന്നിട്ടുണ്ട്, അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടിപ്പോയി മോനെ. നിനക്കല്ലെങ്കിലും എന്തറിയണോ അല്ലേ? നിനക്ക് നിന്നെ കുറിച്ച് മാത്രമാണല്ലോ ചിന്ത, മറ്റുള്ളവരെ കുറിച്ച് ഒരു ചിന്തയില്ല. ഇന്നലെ രാത്രി മുതല് ഒരു തുള്ളി വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ. എടാ, കാശിന് ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിച്ചൂടെ? എന്നു മുതലാ നീ അമ്മയോട് കാര്യങ്ങൾ മറച്ചു വെച്ചു തുടങ്ങിയ? നിനക്കൊരു വിഷമം വന്നാ ആദ്യം കത്തുന്നത് എന്റെ നെഞ്ചാ, അറിയോടാ നിനക്കത്? എന്നിട്ടും നീ എന്നോടെല്ലാം മറച്ചു വെച്ചു. ഇങ്ങനൊരു കുഴിയിൽ പോയി വീണു. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത അമ്മ തന്നെയല്ലേ? ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? അത് വിട്, വീട്ടിലേക്ക് പോ. വീട്ടിലേക്ക് പിന്നെ പോവാം. ഇപ്പോ എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. വണ്ടി എടുക്കടാ. എങ്ങോട്ടാ പോണ്ടേ? ഇവൻ ലോക്കപ്പിൽ കിടക്കാൻ കാരണക്കാരിയായി ഒരുത്തിയില്ലേ, എനിക്ക് മുക്കുപണ്ട സമ്മാനമായിട്ട് തന്ന ഒരു ദരിദ്രവാസി, അവള് താമസിക്കുന്നിടത്തേക്ക് കാണണോ എനിക്ക് അവളെ ഇന്ന്. കേറടാ. നിങ്ങൾ വരണ്ട, ഇവിടെ നിന്നാ മതി. ഞാൻ പോയിട്ട് വരാം. ആന്റി, ബർത്ത്ഡേ സമ്മാനവും കത്തും ഏറ്റു. മനസ്സ് മാറി എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാണെന്ന് തോന്നുന്നു. ആന്റി വാ, ഇരിക്കേ. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ആന്റി വരും, എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നൊക്കെ. എന്നോട് ആന്റിക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തുവിട്ട ഗിഫ്റ്റ് ആന്റി വാങ്ങിക്കില്ലായിരുന്നല്ലോ. ഞാൻ വന്നതേ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ല, അത് ഈ ജന്മം സംഭവിക്കില്ല. നീ കൊടുത്തുവിട്ട വിലയേറിയ സമ്മാനത്തിന് പകരം
ഞാനൊരു സമ്മാനം തരണമല്ലോ. അതിനു വേണ്ടി വന്നതാ. ആന്റി, എന്റെ മനസ്സ് മാറ്റി വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി മാത്രമല്ല, എന്നെ ജയിലിൽ കയറ്റാൻ കൂടിയാ നീ അങ്ങനെ ഒരു സമ്മാനം കൊടുത്തു വിട്ടത്. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന് എന്നോട് പ്രതികാരം ചെയ്യാൻ നീ തെരഞ്ഞെടുത്ത വഴി കൊള്ളാം. ആന്റി, നീ ഒരു ഫ്രോഡാണ്, ക്രിമിനലാണെന്നൊക്കെ സച്ചി കൂടെ കൂടെ പറയാറുണ്ട്. നീ അങ്ങനത്തെ ഒരാളാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുക. നിനക്കെല്ലാം മനസ്സിലാക്കി തരാടി. അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് വീട്ടിലെ അവസ്ഥ അറിയാം, എന്റെ സ്വഭാവവും അറിയാം. എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ നീ കൊടുത്തുവിട്ട സമ്മാനം പണയം വെക്കാനോ വിൽക്കാനോ പോകുന്നു അറിയാം. സ്വർണമാണെന്ന് പറഞ്ഞ് മുക്കുപണ്ടം നൽകി കബളിപ്പിച്ചേന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും. അതിനു വേണ്ടിയല്ലേ നീ മുക്കുപണ്ടം സമ്മാനമായിട്ട് തന്നത്? അല്ല ആന്റി എന്തൊക്കെയാ പറയുന്നേ? മുക്കുപണ്ടല്ല, സ്വർണ്ണ ഞാൻ ആന്റിക്ക് സമ്മാനമായിട്ട് കൊടുത്തു വിട്ടത്. എന്നിട്ടാണോടി അത് പണയം വെക്കാൻ പോയ എന്റെ മോനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടത്? നീ കൊടുത്തുവിട്ട സമ്മാനം നിനക്ക് എന്നെ തിരിച്ചു തരാൻ മീരയെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ സുധിയുടെ കയ്യിൽ കൊടുത്തയച്ചതാ. അവൻ ഞാനറിയാതെ അത് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കാൻ നോക്കി. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാഗ്യത്തിന് ജയിലിൽ പോകേണ്ടി വന്നില്ല. എന്നെ നീ കൊടുക്കാൻ നോക്കി, പക്ഷേ കുടുങ്ങിയത് അവനാ. കുറച്ച് വിഷമം ഉണ്ടായെങ്കിലും നിന്റെ കള്ളത്തരം പിടിച്ചല്ലോ. നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ? ആന്റി, അത് ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഞാൻ മുക്കുകൊണ്ടല്ല കൊടുത്തു വിട്ടത്, സ്വർണം തന്നെയാ. അത് തനി സ്വർണം. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട് ആന്റി. ഞാൻ കൊടുത്തുവിട്ട സ്വർണം മാറ്റി ആരോ മുക്കുപണ്ടം വെച്ചതാ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്തതാ. ഇനിയിപ്പോ മീരായിരിക്കോ ചെയ്തേ? അല്ല പിന്നെ ആര് ചെയ്യാനാ? അവൾ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചേ? കള്ളത്തരം കാണിച്ചിട്ട് അത് കൂട്ടുകാരിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്ക. ആന്റി, നിനക്കേ ആരോട് സ്നേഹമില്ലടി. എങ്ങനെയെങ്കിലും നിന്റെ കാര്യം നേടണം. എന്റെ മോനെയും അവന്റെ കുടുംബത്തെയും ചതിച്ചവളാ നീ. അതിന് വേണ്ട ശിക്ഷ ഞാൻ നിനക്ക് തന്നു. എന്നിട്ടും നീ പാഠം പഠിക്കുന്നില്ലല്ലോടി. ആന്റി, ആന്റി എന്നൊന്ന് വിശ്വസിക്കണം. ഞാൻ ആന്റി കൊടുക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ സ്വർണം തന്നെയാ കൊടുത്തു വിട്ടത്. വായടിക്കടി. വീണ്ടും വീണ്ടും കള്ളം പറയല്ലേ. നീ എന്ത് സൂത്രം പ്രയോഗിച്ചാലും എന്റെ വീട്ടില് ഇനി നിനക്ക് കയറാൻ പറ്റില്ല. എന്റെ മോനോടൊപ്പം ജീവിക്കാനും പറ്റില്ല. നിന്നെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ എന്റെ മോനെ കൊണ്ട് കോടീശ്വരിയായ ഒരു പെണ്ണിനെ കെട്ടിക്കും. നിന്നെ കെട്ടിയില്ലായിരുന്നെങ്കിൽ വേറെ പെണ്ണിനെ അവന് കിട്ടില്ലായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ? മണ്ടനും കഴിവ് കെട്ടവനുമായ അവനെ നീയാണ് നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചെന്നും പറഞ്ഞു. ഇതിനൊക്കെയുള്ള മറുപടി നിനക്ക് ഞാൻ വൈകാതെ തരുന്നുണ്ടടി. നിന്റെ താലി ഞാൻ പൊട്ടിക്കോടി. ആന്റി, നിന്റെ കള്ളത്തരം കാരണം എന്റെ മോൻ കുറെ അനുഭവിച്ചു. ഇപ്പോ ഒരു രാത്രി ലോകകപ്പിലും കിടന്നു. ആന്റി, ഇതേ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അവന്റെ പുറകെ വരാതെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ വേറെ വഴി നോക്കും. ആന്റി അങ്ങനൊന്നും പറയല്ലേ. എല്ലാം ചെയ്തു കൂട്ടിട്ട് അവളുടെ ഒരു കള്ള കണ്ണീര്. അയ്യോ അമ്മ, ശ്രുതിയുടെ കരച്ചിലല്ലേ കേട്ടത്? ആണല്ലോ. നീ വാ, വാടാ. അമ്മേ, എന്തേ കാണിക്കുന്നത്? മാറ്. വിടമ്മേ, വിട്. ഇവിടെയൊക്കെ തൊട്ടാലേ കൈനാറും. ഇവിടം കൊണ്ടൊന്നും തീരില്ല. നീ ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നീ നോക്കിക്കോടി, നിന്റെ താലി ഞാൻ പൊട്ടിക്കും. അമ്മേ, ഡേ,
അയ്യോ, വേണ്ടെന്ന് എന്നെ ഞാൻ- വേണ്ട ഇവിടെ വാ അമ്മേ, വാ. ആ വീട്ടിൽ കയറി പറ്റാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം അബദ്ധാവാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ പറഞ്ഞോളൂ. മാഡം, മൈത്രി നഗറില് റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ട് നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതിനേക്കാൾ നല്ലൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. പാലത്തറയില. നല്ല സൗകര്യമുണ്ട്. കിച്ചണൊക്കെ വളരെ വലുതാ. ഓ സൂപ്പർ. ആ, പാലത്തറയിൽ എവിടെയാ ഈ ബിൽഡിംഗ്? ബസ് സ്റ്റാൻഡ് എടുത്താ മാഡം. ഓ വെരി നൈസ്. ആ നിങ്ങൾ ഈ 2 സ്ഥലവും ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്ക്. ഞാൻ എന്റെ ഹസ്ബൻഡിനോടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് വിളിച്ചോളാം. ശരി മാഡം. ശരി. ശ്രീകാന്തേ ഇവിടെ ഇരിക്ക. ഒരു ബ്രോക്കറാ ശ്രീകാന്തെ വിളിച്ചേ. റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റിയ 2 സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് മൈത്രി നഗറിലും മറ്റൊന്ന് പാലത്തറ ബസ് സ്റ്റാൻഡിനടുത്തുവാ. നമുക്ക് അതൊന്ന് പോയി നോക്കിയാലോ? നീ എന്താ ശ്രീകാന്തി ഒന്നും മിണ്ടാത്തെ? നീ എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും നിന്റെ തലയിൽ കേറിയിട്ടില്ല അല്ലേ? എല്ലാം നീയായിട്ടും എടുത്തയായിട്ട് തീരുമാനിക്കുക. ഇതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാ. കുറച്ച് വെയിറ്റ് ചെയ്യ വർഷേ. നിന്റെ ഡെലിവറി ഒക്കെ ആദ്യം ഒന്ന് കഴിയട്ടെ. ഓ അതിന്റെ ഇടയ്ക്ക് ഡെലിവറിയുടെ കാര്യം എടുത്തിട്ടു. നമ്മളിപ്പോ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിനെ കുറിച്ചല്ലേ ഡിസ്കസ് ചെയ്യുന്നേ? അതിനെ കുറിച്ച് പറ ശ്രീകാന്തേ. സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങുക എന്നുള്ളത് ശ്രീകാന്തിന്റെ ഡ്രീം അല്ലേ? സ്വപ്നം പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ നോക്കണം. വെയിറ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. എത്രയും പെട്ടെന്ന് റെസ്റ്റോറന്റ് തുടങ്ങിയിരിക്കും. പ്രിയയുടെ റെസ്റ്റോറന്റിൽ മാത്രമല്ല, ഒരു റെസ്റ്റോറന്റിലും ഇനി ശ്രീകാന്തിനെ വർക്ക് ചെയ്യാൻ ഞാൻ വിടില്ല. ശ്രീകാന്തിന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം റെസ്റ്റോറന്റിൽ തന്നെ ആയിരിക്കും. ഞാൻ എനിക്ക് വേണ്ടി അല്ല പറയുന്നേ, ശ്രീകാന്തിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാ പറയുന്നേ. അതെന്താ ശ്രീകാന്ത് മനസ്സിലാക്കാത്തെ? പക്ഷേ നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ കുറച്ച് വെയിറ്റ് ചെയ്യ്, നമുക്ക് നോക്കാം. നീ ഇങ്ങനെ ധൃതി വെക്കാതെ. വെയിറ്റ് ചെയ്താ ഇത് നടക്കില്ല ശ്രീകാന്തേ. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാലേ അത് അപ്പ തന്നെ ചെയ്തിരിക്കണം. അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്ന പല സംശയങ്ങളും വരും. അത് വേണോ വേണ്ടയോ എന്ന് കൺഫ്യൂഷനും ഉണ്ടാവും. ഒടുക്കം എന്താണോ ആദ്യം തീരുമാനിച്ചത് അത് നടക്കേയില്ല. ശ്രീകാന്തേ, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് റെസ്റ്റോറന്റ് തുടങ്ങുന്നു. ആ സ്ഥലം നോക്കാൻ നാളെ ശ്രീകാന്ത് എന്റെ കൂടെ വരണം. 2 സ്ഥലത്തിൽ ഏത് വേണോന്ന് നാളെ തന്നെ ഉറപ്പിക്കുകയും വേണം. നമുക്ക് അഡ്വാൻസും കൊടുക്കണം. നീ നാളെ എന്റെ കൂടെ വരില്ലേ? നോക്കാം. നോക്കാന്നല്ല, വന്നിരിക്കണം. കേറി വാടാ ഇങ്ങോട്ട്. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? നടക്കിങ്ങോട്ട്, നടക്ക. നടക്കിങ്ങോട്ട്, നടക്ക. ഞാനൊന്ന് പറയട്ടെ. പേരും കള്ളൻ, അമ്മയെ പറ്റിച്ചവൻ. ഇങ്ങനെ ഒരുത്തനില്ലാന്ന് കരുതി തിരിഞ്ഞു നോക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? മോനായി പോയില്ലേ? ജയിലിൽ കിടത്താൻ മനസ്സ് വന്നില്ല, അതാ കൂട്ടിക്കൊണ്ട് വന്നേ. എന്തിനാണ് ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുന്നേ? നിനക്കിതൊന്നും പുതുമയല്ലല്ലോ. എടാ, നിന്നെ ഓർത്ത് ഞങ്ങളല്ലേ ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കണ്ടേ? നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെയാണ് നീ തലയുയർത്തി നടക്കുക? എങ്ങനെയാണ് നടക്കുക? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. കുടുംബത്തിന്റെ സമാധാനം കളഞ്ഞൊരു ജന്മമായി പോയടാ നിന്റെ.
അറിയാറായ കാലം മുതൽക്ക് തുടങ്ങിയതല്ലേ നീ ഇത്? പണം പണം പണം, അതിനുവേണ്ടി എന്ത് വൃത്തികേട് നീ കാണിക്കും? എത്ര പ്രാവശ്യം കിട്ടിയടാ നിനക്ക്? എന്നിട്ട് നീ പാടാൻ പഠിച്ചില്ലേ? മുക്കുകൊണ്ടോടത്ത് പണയം വെക്കാൻ പോയിരിക്കുക. നിന്നെ പോലെ വിഡ്ഢികളാണ് ബാങ്കിലിരിക്കുന്നവരെന്ന് നീ കരുതിയോ? സുധിയേട്ടാ, എന്ത് മണ്ടത്തരമായി കാണിച്ചേ? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അത് റോൾഡ് ഗോൾഡ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നു അത്രേ. ഇവിടെ കുറെ പഠിച്ചിട്ടില്ലടാ നീ. ഡാഡിയേക്ക് 40 വട്ടം പറയും 7 ഡിഗ്രി ഉണ്ട് 8 ഡിഗ്രി ഉണ്ടെന്നൊക്കെ. സ്വർണം മുക്കുകൊണ്ടം കണ്ടാ തിരിച്ചറിയില്ല അവനെ, അറിയോ? അതിനുള്ള ബുദ്ധി പോലുമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ ഇവനിങ്ങനെ ആവുവച്ച. എടാ, ശ്രുതിക്ക് കൊടുക്കാനായിട്ട് മീരെ ഏൽപ്പിക്കാൻ വേണ്ടിയല്ലേ ചന്ദ്രനക്ക് ആഭരണം തന്നെ. എന്നിട്ട് നീ എന്താ അവളത് ഏൽപ്പിക്കാഞ്ഞേ? എന്നിട്ട് ഏൽപ്പിച്ചു നമ്മോട് കള്ളം പറയുകയും ചെയ്തു. അതിനുശേഷം പണയം വെക്കാൻ പോയത്. അത് ഡീലർക്ക് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. എന്റെ കയ്യിൽ കാശില്ലാത്തോണ്ടാ ഞാൻ എടുത്ത് പണയം വെക്കാൻ പോയത്. സുധിയേട്ടാ, കാശിന് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ അത് വീട്ടിൽ പറയണം. ഞങ്ങളൊക്കെ ഏട്ടനെ സഹായിക്കില്ലേ? ആരെന്നെ സഹായിക്കും? കളിയാക്കും എല്ലാരും കൂടി. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തും. ഡീലർക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. എന്റെ ശ്രുതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. അവള് കാശ് എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടു കൊടുത്തേനെ. അവളുടെ പേര് പോലും ഈ വീട്ടിൽ പറയരുത്. അവള് കാരണ നീ ഒരു രാത്രി ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത്. എന്നെ പറ്റിച്ച കള്ളിക്ക് ഞാൻ വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ട്. നിന്റെ മകനും അവളും തമ്മിൽ എന്താ വ്യത്യാസം ചന്ദ്രേ? രണ്ടും ഒരച്ചിൽ വാർത്തെടുത്ത പോലെ തന്നെയാ. കറക്റ്റ്. അത് ഇവൻ അവളെ കല്യാണം കഴിച്ച അന്ന് പോലെ ഞാൻ പറയുന്നത്. രണ്ടും ഫ്രോഡുകൾ തന്നെയാ. ശ്രുതി മൂക്കുവണ്ടം തന്ന് നിങ്ങളെയൊക്കെ പറ്റിച്ചു. അമ്മയുടെ മോനത് മീരെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അമ്മയെ പറ്റിച്ചു. അച്ഛനും സച്ചേനും പറഞ്ഞ പോലെ രണ്ടുപേരും കണക്ക. ഡേയ് മിണ്ടായിരിക്കടി. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? ഏട്ടത്തി പറഞ്ഞ കറക്റ്റാ. സച്ചേട്ടൻ ചെന്ന് ഇറക്കിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലേ ഇദ്ദേഹം ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിന്നെ മാത്രമല്ല, അത് ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കും. അച്ഛാ, വഴക്കും അടിപിടിയും എല്ലാം ഉണ്ടാവാം. പക്ഷെ നിന്നെ സ്നേഹിക്കുന്നവരാ ഇവിടെയുള്ള എല്ലാവരും. അത് നീ മറക്കണ്ട. നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും നിന്നെ ഇഷ്ട. അതുകൊണ്ടാ സച്ചി നിന്നെ ഇറക്കി കൊണ്ടുവന്നേ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഈ വീട്ടിലുള്ളവരെ കൂടി ഒന്ന് ഓർക്കണം. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? അച്ഛാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവത്തില്ല. ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ? ഇനിയെങ്കിലും നീ ഒരു പാഠം പഠിക്കേ, ഇല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ഉണ്ടാവും. എല്ലായ്പ്പോഴും നിന്നെ രക്ഷിക്കാൻ ആളുകൾ വരുമെന്ന് കരുതരുത്. ഇല്ല ചാ, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല. ഇത് നമ്മൾ എന്നു മുതൽ കേൾക്കുന്ന സുധിയേട്ടാ. ആവർത്തിക്കാതിരുന്ന സുധിയേട്ടന് തന്നെ കൊള്ളാം. ചന്ദ്രേ, അവനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, വിശക്കണ്ടാവും. അവന് ഭക്ഷണം എന്തെങ്കിലും എടുത്തു കൊടുക്ക. അതെ അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും എടുത്ത. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു ബിരിയാണി വാങ്ങിത്തരാൻ ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞതാ, പക്ഷെ വാങ്ങി തന്നില്ല. ദുഷ്ടൻ. ദേ, എനിക്ക് ഈ വീട്ടിൽ മാത്രമേ ഭക്ഷണമുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ ഭക്ഷണം ഇല്ല. വാ അമ്മേ, കൂമ്പ് കത്തുന്നു. എന്റെ ഈശ്വരാ, എന്തൊരു വിശപ്പ്. കണ്ടില്ലേ അച്ഛാ, ഒരു കൂസലുമില്ല. എനിക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യ. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. സച്ചേട്ടന്റെ ഏട്ടൻ നന്നാവാനൊന്നും പോകുന്നില്ല കേട്ടോ. അതിപ്പോ ആർക്കറിയാത്ത. നീ വാ.
മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ? ഞാനിവിടെ ഇല്ലാഞ്ഞത് ഭാഗ്യം. ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും അടി കിട്ടിയേനെ. അല്ല, ഞാനാണല്ലോ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത്. എനിക്കേ തിരിച്ചു തല്ലാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പിന്നെ തിരിച്ചു തല്ലിയാലേ പിന്നെ എനിക്ക് അവിടെ കേറാൻ പറ്റില്ല. എന്നേക്കുമായിട്ട് ആ ബന്ധം ഒഴിവായി പോകും. ഇങ്ങനെയുള്ള നമ്പറുകൾ ഇറക്കി അവിടെ കയറി പറ്റാനുള്ള ശ്രമം നീ ഉപേക്ഷിക്കുക. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഇത് എത്ര കാലം ഇങ്ങനെ പോവാനാ? എന്തെങ്കിലും ഒരു വഴി കാണാം. നീ സമാധാനിക്ക്. നീ ഒന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യ് ശ്രുതി. എന്നിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. നീ ഫോൺ എടുക്കാതിരുന്നത് കൊണ്ട് ആന്റി എന്നെ വിളിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് നീ ആദിക്ക് വാക്ക് കൊടുത്തായിരുന്നല്ലോ. അതും പറഞ്ഞ് അവൻ എന്നും ബഹളമാണത്രേ. ആര് നല്ലവൻ ആര് മോശമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ദേവി ചേച്ചിക്കുണ്ട്. സ്നേഹിച്ച ആളെ വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. അവരുടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. സച്ചേട്ടാ, ഞാൻ വീണ്ടും ചോദിക്കുക, അമ്മ അവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചാ പിന്നെ സച്ചേട്ടൻ എന്ത് ചെയ്യും? ഇനി എന്റെ സമ്മതമില്ലാതെ അവളുടെ കല്യാണം നടത്തിയാലും വലിയ ഭൂകമ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാനും നിന്റെ കുടുംബം തമ്മിലുള്ള എല്ലാ ബന്ധവും അവിടെ അവസാനിക്കും. സച്ചേട്ടാ